ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ വീഡിയോ ആണ്. നമ്മുടെ ടോയ് വർക്ക്ഷോപ്പിൽ ടോയ് വണ്ടികളുടെയൊക്കെ ആക്സിലൊക്കെ ഉണ്ടാക്കിയെടുക്കുവാനുള്ള സ്റ്റീൽ റോഡും പോളിഷ് റോഡും ഒക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കുന്നത് ഇത്തരത്തിലായിരുന്നു. ഈ റെക്സിൻ കടകളിലൊക്കെ റെക്സിനൊക്കെ ചുറ്റി വെക്കാൻ ഉപയോഗിക്കുന്ന പേപ്പർ പൈപ്പിൻ്റെ അകത്താണ് നമ്മൾ ഈ ആക്സിൽ ഉണ്ടാക്കാനുള്ള മെറ്റീരിയൽസ് എല്ലാം ഓർഗനൈസ് ചെയ്ത് വെച്ചിരുന്നത്. അത് ഈ മഴക്കാലമൊക്കെ ആകുമ്പോഴത്തേക്ക് ആ പേപ്പർ അങ്ങ് തണുത്തിട്ട് ഇതുപോലെ വളഞ്ഞൊക്കെ പോകും. ഈ പേപ്പർ പൈപ്പ് ആയതുകൊണ്ട് നമ്മൾ ആ ഗ്രില്ലിലേക്ക് കെട്ടി വെച്ചിട്ടായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇന്ന് നമുക്കത് നല്ല രീതിയിൽ ഓർഗനൈസ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഒരു കാര്യം ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗമില്ലാതെ കിടന്നിരുന്ന ഒരു PVC പൈപ്പ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ കറക്റ്റ് ഡയമീറ്റർ നോക്കി എടുത്തിട്ട് ഇതുപോലെ ഒരു മൾട്ടിവുഡിലേക്ക് റൗണ്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. വൺ സൈഡ് ക്ലോസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഒട്ടും ലൂസ് ആവാതെ ടൈറ്റായിട്ട് ഇറങ്ങുന്ന രീതിയിൽ ആ ഒരു റൗണ്ട് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അറാൾഡേറ്റിൻ്റെ 5 മിനിറ്റിൽ ഒട്ടുന്ന മിക്സ് ചെയ്തെടുക്കുന്ന പശയുണ്ട്. അത് വെച്ചിട്ട് നമ്മൾ ആ മൾട്ടിവുഡിൽ അപ്ലൈ ചെയ്ത് അത് ഒട്ടിച്ചെടുക്കുകയാണ്. നമ്മൾ ഈ പൈപ്പിൻ്റെ ഒരു സൈഡ് ക്ലോസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പൈപ്പിൽ തന്നെ 2 ഹുക്ക് ഉണ്ടാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് മെഷർമെൻറ്റ് ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് വലിയ ക്രിയേറ്റീവ് വീഡിയോ ഒന്നുമല്ല. ഈ ഒരു ഹുക്ക് സെയിം പൈപ്പിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നതിൻ്റെ ഒരു രീതി കാണിച്ചു തരാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ആ മാർക്ക് ചെയ്തത് ഇതുപോലെ നമ്മൾ കട്ട് ചെയ്യുന്നുണ്ട്. ആ മാർക്ക് ചെയ്തെടുത്ത് 3 സൈഡിലായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ഇതുപോലെ ആ ജോയിൻ്റൊക്കെ ഒന്ന് വിടിപ്പിച്ചെടുത്തു. ഇനി നമ്മൾ ഇതുപോലെ ഹോട്ട് ഗണ്ണ് വെച്ചിട്ട് ചൂടാക്കി കൊടുത്തിട്ട് ആ ഒരു പോർഷൻ വളച്ചെടുക്കണം, പുറത്തേക്ക് വളച്ചെടുക്കണം. ഇതുണ്ട്, ഇതുപോലെ ഹുക്ക് ചെയ്തിട്ട് ഒരു സ്കെയിൽ വെച്ച് നമ്മൾ ആ ഒരു ഹുക്ക് പോലെ ഇങ്ങനെ വളച്ചെടുക്കുകയാണ്. ഇതുപോലെ തന്നെ നമ്മൾ ഇപ്പുറത്തെ സൈഡിലും ചെയ്തെടുക്കുന്നുണ്ട്. ഈ പോർഷനിൽ ചൂടാറി കഴിയുമ്പോൾ നല്ല സ്ട്രോങ് ആയിട്ട് അത് നിൽക്കും. ഇതുണ്ടോ. ഇനി നമുക്ക് ആ ഓപ്പൺ എൻഡ് ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ ആ പേപ്പർ പൈപ്പ് ഇതുപോലെ കമ്പിയൊക്കെ വെച്ച് കെട്ടിയായിരുന്നു ആ ഗ്രില്ലിലേക്ക് വെച്ചിരുന്നത്. അതെല്ലാം നമുക്ക് കട്ട് ചെയ്തെടുത്ത് കളയാം. ഇനി നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇതുപോലെ ഹുക്ക് ചെയ്യാം. വളരെ ഈസി ആയിട്ട്, നല്ല സ്ട്രോങ് ആയിട്ട് അവിടെ ഇരുന്നോളും. വളരെ ഭംഗിയായിട്ട് നമുക്കത് ഓർഗനൈസ് ചെയ്ത് വെക്കാം. എലിയൊന്നും കയറി പേപ്പർ കട്ട് ചെയ്യുന്ന പോലെ ഇത് കട്ട് ചെയ്യത്തുമില്ല. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ആ ഒരു ട്രിക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമായിരുന്നു ഈ ഒരു വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു.